താങ്കൾ എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? വി.എസ്. ഒരു വലിയ മനുഷ്യനാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ AKG അത് അച്യുതാനന്ദ സഖാവ് ഇതെല്ലാം വലിയ മനുഷ്യരാണ്. ഇവരെല്ലാം കണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പഠിച്ചത്. കമ്മ്യൂണിസ്റ്റ് എന്തെന്ന് എങ്ങനെയാണ് ബുക്കുകൾ വായിച്ച് പഠിച്ചതല്ല. ഇവരെല്ലാം പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പഠിച്ചത്. നമ്മളെ ചോരയിൽ കമ്മ്യൂണിസ്റ്റ് ആയത് ഇവരെല്ലാം. അതുകൊണ്ട് സഖാവിന് 1000 അഭയാർത്ഥികൾ ലാൽസല. ഇത്രയേ ഉള്ളൂ. വളരെയധികം നന്ദി ശ്രീ മഹി. കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് വി.എസ്. അച്യുതാനന്ദനെ അനുസ്മരിക്കാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും അവസരമുണ്ട്. വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര കരിയിലക്കുളങ്ങരയിലൂടെ നങ്ങിയാർകുളങ്ങരയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. നിരവധി ആളുകളാണ് വഴിയോരങ്ങളിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി കാത്തുനിൽക്കുന്നത്. തലസ്ഥാനത്തിൻ്റെ അന്ത്യാഭിവാദം ഏറ്റുവാങ്ങി വി.എസ്. അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലേക്കാണ്. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം 151 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ വഴിയിലുടനീളം ജനസാഗരം തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി കാത്തുനിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വിലാപയാത്ര ഏറെ വൈകിയാണ് എത്തുന്നത്. 16 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര. തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിച്ചിട്ട് നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള അവസരമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 16 മണിക്കൂറുകൾ പിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത്. പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡ് ഇരുവശവും വൻ ജനക്കൂട്ടമാണ് ഉള്ളത്. കനത്ത മഴയിലും രാത്രിയിലടക്കം നിരവധി പേര് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അപാലവൃത്തം ജനങ്ങളാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വഴി നിറയെ കാത്തു നിൽക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് വി.എസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചത്. വളരെ വൈകിയാണ് കൊല്ലം ജില്ലയിൽ എത്തിയത്. 16 മണിക്കൂറുകൾ പിന്നിട്ട് രാവിലെ നമ്മളോടൊപ്പം കൊല്ലത്ത് നിന്നും സുന്ദരൻ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുന്ദരൻ. താങ്കൾ എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അയ്യോ, അച്യുതാനന്ദൻ ദൈവമാക്കി. അച്യുതാനും ഉമ്മൻചാണ്ടി നായരും പണ്ടത്തെ ആളുകൾക്ക് അവർക്ക് ദൈവങ്ങളാ. ജനങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ച ആളുകളാ. അല്ലാതെ ഇന്നത്തെ ഇവിടുത്തെ പിണറായി എന്ന് പറയുന്ന വായനൊക്കെ പോലെ ഒന്നുള്ള മനുഷ്യനല്ല. കൊള്ളക്കാരൻ സാധാരണക്കാരന്റെ പുറ്റച്ചട്ടി പോലും പഠിച്ചാക്കി അവന്റെ വിദേശത്ത് പണം ഉണ്ടാക്കുന്ന നാറി അറിയോ. തീർച്ചയായും താങ്കൾ വി.എസ്. അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി പോയിരുന്നോ? പക്ഷേ ഫോട്ടോയിലും ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതചരിത്രമൊക്കെ എന്ന് വെച്ചാൽ 7 വയസ്സിലൊക്കെ അദ്ദേഹം കിടന്ന് തള്ളേം തന്റെ മരിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങിരിക്കും, പ്രയാസം വരും. പുന്നപ്പുറ വയലാലിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരൊക്കെ കാര്യം. അതേസമയം ഇവന്റെ കാര്യം ആര് തിരക്കും? ഇപ്പം മനുഷ്യനാണ്, ജനദ്രോഹിയാണ്, ജനദ്രോഹി. ശരി, വളരെയധികം നന്ദി ശ്രീ സുന്ദരൻ. അവസാന യാത്രയിൽ നിയമസഭാ മന്ദിരത്തിന് സമീപം ഏതാനും നിമിഷം വി.എസ്. അച്യുതാനന്ദൻ്റെ മൃതദേഹം എത്തിയപ്പോൾ എത്രയെത്ര പ്രസംഗങ്ങളായിരിക്കും ആളുകളുടെ മനസ്സിൽ അടിച്ചുകൂടിയ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് നാളുകൾ ചിലവഴിച്ച തിരുവനന്തപുരം നഗരത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തൻ്റെ ജന്മനാട്ടിലേക്ക്, പിറന്ന നാട്ടിലേക്ക് ഉള്ള യാത്ര തുടരുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വി.എസ്. അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്.
കേരളത്തിൽ പ്രചാരണത്തിലെത്തിയ രാഹുൽ ഗാന്ധി VSനെ ലക്ഷ്യം വെച്ച് ഒരു വാക്കു പറഞ്ഞു. വീണ്ടും ഒരിക്കൽ LDF അധികാരത്തിലെത്തിയാൽ 93-കാരനായ മുഖ്യമന്ത്രിയാകും ലഭിക്കുക എന്നായിരുന്നു പ്രസംഗം. പിന്നാലെ പാലക്കാട് ഒരു ചെറുപരിപാടിയിൽ VS അച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞു: തലനരയ്ക്കുവതല്ല എൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനമെന്ന്. ജന്മത്വവിരുദ്ധ പോരാട്ടത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും 17-ാം വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് തൻ്റേതെന്ന് VS അച്യുതാനന്ദൻ ഓർമ്മിപ്പിച്ചു. രാഹുലിനെതിരെ VSന്റെ പ്രശസ്തമായ അമൂൽ ബേബി പരാമർശവും അന്നായിരുന്നു. ആരുടെ മുമ്പിലും തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു നേതാവായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ മലയാളക്കരയെ, കേരളക്കരയെ വിട്ട് മടങ്ങുന്നത്. ആയിരത്തി 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോന്ന 32 നേതാക്കളിൽ അവശേഷിച്ചിരുന്ന ഒരേ ഒരു നേതാവാണ് ഇപ്പോൾ നമ്മെ വിട്ട് പിരിയുന്നത്. നിലപാടുകളിൽ ഉറച്ചു നിന്ന നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് നമുക്ക് സംശയം പറയാൻ സാധിക്കും. എന്നും ജനപക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. പാർട്ടിയിലും അദ്ദേഹം എന്നും ഒരു പ്രതിപക്ഷത്തായിരുന്നു. പ്രതിപക്ഷം എന്നാൽ ജനപക്ഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു. പാവങ്ങളുടെ പടത്തലവനായിരുന്നു VS അച്യുതാനന്ദൻ എന്നാണ് പറയാൻ സാധിക്കുന്നത്. പുന്നപ്ര വയലാർ സമരനായകൻ, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സാമാജികൻ, പ്രഥമ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, ദേശാഭിമാനി പത്രാധിപൻ തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2006 മെയ് 18 കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 83 പാർട്ടിക്കകത്തും ഒരേ സമയം നായകനായും പ്രതിനായകനായും അദ്ദേഹം പലതവണ നിന്നിട്ടുണ്ട്. പലതവണ പാർട്ടി അച്ചടക്ക നടപടികൾക്ക് വിധേയനായി. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നില്ല. എന്നും നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ഒരു നേതാവ് എന്ന സംശയം പറയാൻ സാധിക്കുന്ന ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും ശകുന്തള നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീമതി ശകുന്തള. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം, എനിക്ക് രാഷ്ട്രീയം അതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോ എന്തോ ഒരു വിഷമം. പിന്നെ തീർച്ചയായും പാവങ്ങളുടെ ഒരു രാജാവായിരുന്നു, കിരീടം വെച്ച രാജാവായിരുന്നു. മരിച്ചതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, TVയിലൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദുഃഖമുണ്ട്. ഇത്രയും വലിയ നേതാവായിരുന്നോ അദ്ദേഹം എന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശ്രീമതി ശകുന്തള. ചതിയുടെ രാഷ്ട്രീയ അടവുകൾ ആർക്കെതിരെയും പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആർക്കെതിരെയും ഒരു ചതിയുടെ രാഷ്ട്രീയ അടവുകൾ പ്രയോഗിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് തൻ്റെ രാഷ്ട്രീയ ജീവിത സമ്പത്ത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമായിരുന്നു. VS എന്നാൽ വിശ്വസ്തനായ സഖാവ് എന്നുകൂടി നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കുമായിരുന്നു. ഒരു പാർട്ടി നേതാവായി അല്ല അദ്ദേഹത്തെ ആരും കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും ആളുകൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കണ്ണീര് അണിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഒരു പാർട്ടി നേതാവിന് എന്നതിനുപരി ഒരു ജനങ്ങളുടെ, ഒരു സാധാരണക്കാരൻ്റെ നേതാവായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിന്നും സുനിൽ ചേരുന്നു. നമസ്കാരം ശ്രീ സുനിൽ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമസ്കാരം. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനഹൃദയങ്ങളിൽ തന്നെയായിരുന്നു എന്ന്. ഇന്ന് 2 പ്രാവശ്യത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ശൈലിയും ജനങ്ങളോടുള്ള ആ ഇഷ്ടവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. VS ഹൃദയത്തിൽ തന്നെയായിരുന്നു. അതാണ് എന്നും അദ്ദേഹം ഒരു ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ ചില സമയത്തൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ
ഒപ്പം തന്നെയായിരുന്നു മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ പല വിഷയത്തിലും അദ്ദേഹത്തെ നിലപാടുകൾ, അടിയുറച്ച നിലപാടുകളും മുന്നോട്ടുള്ള യാത്രകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രയോജനമായിട്ട് അദ്ദേഹത്തുള്ള അടുപ്പം ഏറ്റവും കൂടുതൽ അടുക്കുന്നതിലേക്കും വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കേരള വിഷന്റെ ഈ അവസരം തന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുക. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുനിൽ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ബൈജു നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ബൈജു, താങ്കൾ ആലപ്പുഴക്കാരനാണ്. എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അമാനുഷികമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം എനിക്ക് നേരിട്ടൊരു അനുഭവമുണ്ട്. നമ്മുടെ മാരാരിക്കുളത്ത് മത്സരിച്ചപ്പോൾ പുത്തനങ്ങാടിയിൽ ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ എന്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടതാണ്. എന്റെ കയ്യെ പിടിച്ച് എന്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് അദ്ദേഹം കേട്ട്, കൂട്ടത്തിലുള്ള പ്രവർത്തകർ പോലും അടുത്ത കടകളിലേക്ക് പോകാനായിട്ട് വിളിച്ചപ്പോഴും എനിക്ക് സഖാവിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം മത്സരിക്കുന്നതേ ഉള്ളൂ, MLA അല്ല. എങ്കിൽ പോലും അതിൻ്റെതായ ഒരു ഇടപെടൽ നടത്തി എനിക്കതിൻ്റെ മറുപടിയൊക്കെ വന്നതാണ്. അതുപോലെയുള്ള ഏത് പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങളാണെങ്കിലും വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് അത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ട് പരിക്കനാണെന്ന് ആദ്യമൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ജനസഹസ്രങ്ങൾ കാണുമ്പം തന്നെ അറിയാം VS ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സഖാവാണ്. ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇത്ര ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപക്ഷെ പാവപ്പെട്ടവരുടെ പടത്തലവനായി ഏറ്റേക്ക് കഴിഞ്ഞാൽ VS ആ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കും. ഇത് കൂടുതൽ വാക്കുകളില്ല, ഞാൻ മുഖമേലാണ്, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. VSനെ വലിക്കേറ്റ് കിട്ടിയത് പ്രതീക്ഷയില്ല, എങ്കിലും പോകാനുള്ള ഇതിലാണ്. കൂടുതലും ഒരുപാട് കാര്യങ്ങൾ VSനെ പറ്റി സ്മരിക്കാനുണ്ടെങ്കിൽ പോലും എൻ്റെ പല മീറ്റിങ്ങുകളിലും ഞാൻ പോണതാണ് VSന്റെ പ്രസംഗം കേൾക്കാനാണ്. അദ്ദേഹത്തിന് 1000 ചുവപ്പൻ അഭിവാദ്യങ്ങൾ നേടുന്നു. താങ്ക് യു സാർ. വളരെയധികം നന്ദി ശ്രീ ബിജു. ഇപ്പോൾ പാലക്കാട് നിന്നും പ്രഭ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ പ്രഭ, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരു സഖാവിനെ കേരള മനസ്സ് ഒരിക്കലും മറക്കുകയില്ല. അദ്ദേഹത്തിന്റെ വിപ്ലവ പോരാട്ടം എന്നും ജനങ്ങളുടെ മനസ്സിൽ മറക്കാതെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടാതെ അദ്ദേഹം മലമ്പുഴയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സാകെ കീഴടക്കിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ. ഇത്രയും പ്രിയപ്പെട്ടൊരു സഖാവിനെ കേരളക്കരയിൽ തന്നെ കണ്ടിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ പ്രഭ. കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. സാധാരണക്കാരുടെ ശബ്ദമായി ദാരിദ്ര്യത്തോടും അനീതികളോടും നിരന്തരം പോരാടിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ലാളിത്യവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കിയ VS കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരുന്ന ഒരു രക്തസാക്ഷി കൂടിയായിരുന്നു. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ച വേടിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ തികഞ്ഞ ദാരിദ്ര്യത്തിലാണ് ബാല്യം കഴിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11 വയസ്സുള്ളപ്പോൾ അച്ഛനും നഷ്ടമായി. കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് വിദ്യാഭ്യാസം നിർത്തി. തുടക്കത്തിൽ തയ്യൽക്കാരനായും പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു. ഈ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചും തൊഴിലാളി ചൂഷണങ്ങളെക്കുറിച്ചും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ഷെഫീഖാണ് ചേരുന്നത്. നമസ്കാരം ശ്രീ ഷെഫീഖ്, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ 3 മണിക്ക് പോയതാണ്. കണ്ടതിൽ രാത്രി വന്നു 3 മണി വന്നപ്പോൾ വൈകുന്നേരം 3 മണിക്ക് അവിടെ പോയിരുന്നതാണ്.
തീർച്ചയായും. താങ്കൾ എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ഞങ്ങൾ കൊച്ചിലെ കേട്ടിട്ടുണ്ട്, വാപ്പ ചേട്ടന്മാര് പറഞ്ഞ കേട്ടിട്ടുണ്ട്. താങ്കൾ വി.എസ്. അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൊല്ലം ജില്ലയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനമായി അദ്ദേഹത്തെ കാണുവാനായി ഒരു അവസരം ലഭിച്ചിരുന്നു? കുട്ടി വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം താങ്കളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്. യിൽ നിന്നും ഷീജ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീമതി ശ്രീജ. താങ്കൾ എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെ എല്ലാമായ സഖാവായിട്ട് നമുക്ക് നഷ്ടമായോണ്ട് ഭയങ്കര വേദനയാണ്. നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അറിയുന്ന സഖാവായിട്ട്. തീർച്ചയായും. താങ്കൾ വി.എസ്. അച്യുതാനന്ദനെ നേരിൽ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? നമ്മൾ കണ്ണൂരിൽ വെച്ച് കണ്ടിട്ടുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് താങ്കൾ വി.എസ്. അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ നാടിന്റെ എല്ലാമായ സഖാവായിരുന്നു. ആ സഖാവ് നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഇതാണ്. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. നാടിന്റെ അഭിമാനമാണ്. നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അദ്ദേഹം ജീവനോട് ഉണ്ടാകണമെന്നാണ് നമ്മൾ ഏറ്റവും ഇത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മളെ എല്ലാത്തിനും നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മളെ അത്രയും സങ്കടമാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഇത് രാവിലെ ഒരു കാണുമ്പോഴുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്നാ പറയാൻ പറ്റാതെ അത്രയും സങ്കടമാണ് നമുക്ക്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീമതി ഷീജ. വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നങ്ങ്യാർകുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഹരിപ്പാട്ടിലേക്ക് പ്രവേശിക്കും. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തും. ആയിരങ്ങളാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി കാത്തു നിൽക്കുന്നത്. ജനസാഗരമാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുവാൻ അതിരാവിലെ പോലും കനത്ത മഴയിൽ പോലും കാത്തുനിന്നത്. ഇന്നലെ രാത്രിയിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെ വഴിയോരങ്ങളിൽ കാത്തുനിന്നത്. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി, ജനനായകനെ, സമരനായകനെ അവസാനമായി കാണുവാനായി കാത്തുനിന്നത്. ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ജനങ്ങളുടെ നായകൻ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്ര തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ദർബാർ ഹാളിൽ നിന്ന് വി.എസിൻ്റെ ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്ര ഇപ്പോൾ നങ്ങ്യാർകുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തും. വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാനായി മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത്. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ നാനാവശങ്ങളും കൃത്യമായി പഠിച്ച് നോട്ടുണ്ടാക്കിയതിനു ശേഷം മാത്രമേ വി.എസ്. അച്യുതാനന്ദൻ പത്രസമ്മേളനങ്ങൾ വിളിച്ചിരുന്നുള്ളൂ.
ചെറുപ്പത്തിൽ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണനായി. സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സജീവമായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ VS അച്യുതാനന്ദൻ്റെ പങ്ക് വളരെയധികം വലുതായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചത് ചരിത്രപരമായ ഒരു കാര്യമായിരുന്നു. ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1946 പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് തൂക്കുമരം വരെ വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടു. ജയിൽവാസം, ഒളിവിൽ ജീവിതം, ക്രൂരമായ പോലീസ് മർദ്ദനം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീവ്ര അനുഭവങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധന കാലത്തും അദ്ദേഹം ഒളിവിൽ പ്രവർത്തിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം. പുരിയിൽ നിന്നും ഒരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നു. സിന്ധുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി സിന്ധു. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നുള്ള അറിവാണ്. കുട്ടനാട്ടുകാരനായ എൻ്റെ ഭർത്താവ് VSനെ ദൈവത്തിനെ പോലെ കണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ VSനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. എൻ്റെ മോനോടും എന്നോടും ഏറെക്കുറെ VSന്റെ പോരാട്ട ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കൊല്ലത്താണ് ജീവിച്ചിരുന്ന എനിക്ക് അത്ര കാര്യങ്ങൾ അറിയില്ലായിരുന്നു VSനെ കുറിച്ച്. അന്ന് തൊട്ടേ ഞാനൊരു അച്ഛൻ്റെ ഒരു പിതൃസ്ഥാനം കൊടുത്ത് സ്നേഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്ക് കേട്ട നിമിഷം തൊട്ട് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിപ്പോൾ കരിയിലക്കുളങ്ങര വരെ എത്തിയെന്നുള്ള വാർത്തകൾ കണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കാണാൻ പറ്റിയില്ലല്ലോ, വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടം എനിക്കിപ്പം തീർന്നു. പക്ഷെ ഞാൻ കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. വളരെയധികം നന്ദി ശ്രീമതി സിന്ധു. കേരള വിഷൻ ന്യൂസിനോടൊപ്പം തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്, അദ്ദേഹത്തിന് അനുസ്മരിച്ചതിന് വളരെയധികം നന്ദി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIM-നൊപ്പം ഉറച്ചുനിന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1967 മുതൽ 1996 വരെയും പിന്നീട് 2001-ലും 2006-ലും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായും അദ്ദേഹം മികവ് തെളിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി തവണ വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തുനിന്നും ഉണ്ടായ ഈ പ്രതിസന്ധികളെ അദ്ദേഹം ഇച്ഛാശക്തിയോടെയാണ് നേരിട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി ചിക്കൻ ഗുനിയ വ്യാപിച്ചപ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ വാദത്തെ ഖണ്ഡിച്ച് രോഗപ്രതിരോധത്തിന് നടപടിയെടുത്ത് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. 2006-ൽ VS സർക്കാർ അധികാരമേറ്റ മാസങ്ങൾക്കുള്ളിലാണ് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ ചിക്കൻ ഗുനിയ വ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ബംഗാളിൽ ആരംഭിച്ച രോഗം പിന്നീട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പടർന്നു. 2007-ൽ വിഴിഞ്ഞം മുതൽ ചേർത്തല വരെ രോഗവ്യാപനം കനത്തു. ഒട്ടേറെ പേർ മരിച്ചു. പക്ഷേ ചിക്കൻ ഗുനിയ ബാധിച്ചതുകൊണ്ടല്ല മരണമെന്ന നിലപാടിലായിരുന്നു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘടനകളും. പ്രമേഹം ഉൾപ്പെടെ മറ്റു രോഗങ്ങൾക്ക് ഉള്ളവർക്ക് ചിക്കൻ ഗുനിയ വന്നാൽ മരണത്തിന് കാരണമായേക്കാമെന്നായിരുന്നു അവരുടെ വാദം. ആലപ്പുഴയിലെ രോഗബാധിത പ്രദേശങ്ങൾ VS സന്ദർശിച്ചു. അന്ന് VSന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലും ആരോഗ്യവകുപ്പിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായിരുന്നില്ല. VS ചോദിച്ചു, ചിക്കൻ ഗുനിയ ബാധിച്ചവരിൽ പ്രമേയം ഉൾപ്പെടെയുള്ള അനുബന്ധ രോഗങ്ങളുള്ളവർ മാത്രമാണ് മരിക്കുന്നതെന്നാണല്ലോ നിങ്ങളുടെ ന്യായം. ചിക്കൻ ഗുനിയ ബാധിക്കാത്തവർ ഈ നാട്ടിലുണ്ടല്ലോ. അവരിൽ പ്രമേയം ഉൾപ്പെടെ മറ്റസുഖങ്ങൾ ഉള്ളവരുടെ മരണനിരക്കും കൂടേണ്ടതല്ലേ? മരണനിരക്കുകൾ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഉത്തരമില്ലാത്തതിനാൽ VS തന്നെ യോഗം അവസാനിപ്പിച്ചു. പ്രതിഷേധം കനത്തപ്പോൾ സർവകക്ഷി യോഗം വിളിക്കാൻ VS തീരുമാനിച്ചു. അതിന് തലേന്ന് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ A. അൽത്താഫ് ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു. നിരീക്ഷണങ്ങളെല്ലാം കുറിച്ചെടുത്ത VS ചോദിച്ചു, ഇതിൻ്റെ മരണനിരക്ക് എങ്ങനെ? രോഗം പടർന്ന് രാജ്യങ്ങളെല്ലാം മരണനിരക്ക് കൂടുതലാണല്ലോന്നും കേരളത്തിലെ പ്രതിരോധ സംവിധാനങ്ങളിൽ സമഗ്രമാറ്റം വരുത്തിയില്ലെങ്കിൽ മരണം ഉയരുമെന്നും അഭിപ്രായപ്പെട്ടു. VS പറഞ്ഞു, നാളത്തെ യോഗം കഴിയട്ടെ. പ്രതിരോധത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ മന്ത്രി PK ശ്രീമതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വകുപ്പിൽ ശുദ്ധീകരണം നടത്തിക്കൊണ്ടാണ് ശ്രീമതി രോഗവ്യാപനത്തിന് എതിരായ പോരാട്ടം ആരംഭിച്ചത്.
VS മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങളാണ് ആരോഗ്യമേഖലയുടെ കുതിപ്പിന് ഇന്ധനമായത്. മിഴികൾ നിറഞ്ഞ VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിൽ ജനസഞ്ചയം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ ബാലകൃഷ്ണൻ. ജനനായകനായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനങ്ങൾക്ക് എന്ത് നൽകണം എന്ന് പ്രസ്ഥാനം ആവശ്യപ്പെടുന്നതാണ് VS ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് ജനങ്ങളെ അവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടു അതിനെ മറികടക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒന്നുകൊണ്ട് ചെയ്തിട്ടില്ല. VS ആണ് നാം കാണേണ്ടത്. VS ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് 101 വയസ്സാദ്യം മരിക്കുന്നത്. 83 കൊല്ലം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചു. അതിന്റെ പിന്നിൽ പ്രേരണ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താവണം എന്നുള്ളത് തെളിയിച്ച ഒരു മഹാനായ വ്യക്തിത്വ ഉടമയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ വേർപാട് ഞാനും എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. തീർച്ചയായും വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം തങ്ങളുടെ ഓർമ്മകളും പങ്കുവച്ചതിന്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേർത്തലയിൽ നിന്നും രാജു ചേരുന്നു. നമസ്കാരം ശ്രീ രാജു. താങ്കൾ ആലപ്പുഴക്കാരനാണ്. എങ്ങനെയാണ് ഈ ഒരു ജനനായകനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? കാരണം ഞാൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുമായിരുന്നു. വയലാർ രക്തസാക്ഷി വാരാചരണത്തിന് അദ്ദേഹം സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു പാർട്ടി മെമ്പറാണ്. അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്നും പോരാടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ അനീതിക്കെതിരെ അദ്ദേഹം എന്നും ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുന്നുണ്ട്, വലിയ ചുടുകാട്. അത് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. ഈ കേരളം ജനത എന്നും അദ്ദേഹത്തെ ഓർക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. വളരെ വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ. ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഓക്കെ. ശ്രീ രാജു, VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് അകം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ രാജേന്ദ്രൻ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ഞാൻ ഓർക്കുന്നത് VSനെ എൻ്റെ 10ാമത്തെ വയസ്സ് മൊത്തം ഞാൻ ഓർക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ഒരു ഇലക്ഷൻ വന്നപ്പോൾ VS പ്രസംഗിക്കാൻ വന്ന കാലം, ജോലി പ്രസംഗിക്കാൻ വന്ന കാലം, അങ്ങനെ അവർ പ്രസംഗിക്കാൻ വന്ന കാലത്ത് ഞാൻ അന്ന് തൊട്ട് VSനെ സ്നേഹിക്കാനും VS ജനിച്ച് ഈ മണ്ണിൽ
കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച കാലത്ത് ഞാനും ജനിച്ചത് എനിക്ക് വലിയ പുണ്യമായിട്ടാണ് ഇപ്പോഴും തോന്നുന്നത്, അപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ എനിക്ക് BSന്റെ കൂടെ എനിക്ക് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഹാർട്ടിന്റെ അസുഖമായിട്ട് ഞാൻ ചിത്ര മെഡിക്കൽ സെന്ററിൽ ട്രീറ്റ്മെന്റിലിരിക്കുകയാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അത് കേൾക്കാനും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് കൂടുതൽ സംസാരിച്ചില്ല. എനിക്ക് BSന്റെ മരിച്ച ആ സമയം ഞാൻ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരേ കണക്ക് തന്നെ ഇരിക്കുന്നത്, TV കണ്ടുകൊണ്ടായിരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് കാണാനോ അല്ലെങ്കിൽ വരാനോ വരാൻ പറ്റുന്നില്ല. ആ TV-യിൽ BSന്റെ ഫോട്ടോ കൃത്യമായിട്ട് കാണുന്നുണ്ട്. BS എൻ്റെ ജീവനാണ്. BSനെ കണ്ടാണ് ഞാനും വളർന്നത്. BSന്റെ ഓരോ നിഷ്ഠയായ ജീവിതങ്ങൾ, സത്യസന്ധമായിട്ടുള്ള ജീവിതങ്ങൾ, ഇതെല്ലാം BSന്റെ ഒരു ആരാധകൻ മാത്രമല്ല, ദൈവത്തിനെ പോലെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും താങ്കൾ ഇതിനു മുൻപ് VS അച്യുതാനന്ദനെ നേരിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പ്രസംഗിക്കാൻ ഈ രാജ്യത്ത് പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഗൗരിയമ്മ, അച്യുതാനന്ദൻ, എല്ലാവരും പ്രസംഗിക്കാൻ വന്ന ആ കാലത്ത് അന്ന് എനിക്ക് 10 വയസ്സേ പ്രായമുള്ളൂ. ആ സമയത്ത് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്. ആ സമയം തൊട്ട് ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്. ആ കാലം തൊട്ട് എന്റെ 10 വയസ്സ് മുതൽ എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ തിരിയില്ല. എനിക്ക് അസുഖം വന്നങ്ങനെ, ഹാർട്ടിന് അസുഖം വന്ന് എനിക്ക് ചിത്ര മെഡിക്കൽ സെന്ററിൽ ഞാൻ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്ത കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നത്. BSന്റെ വ്യാപയാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് അസുഖം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് BS ജനിച്ച ഈ നാട്ടില് ഈ കാലങ്ങളിൽ ഞാനും ജനിച്ചത് വളരെ പുണ്യമായിട്ട് വിചാരിക്കുന്നു. ഹലോ, വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ. ഇപ്പോൾ നമ്മളോടൊപ്പം സജീവ് ചേരുന്നു. നമസ്കാരം ശ്രീ സജീവ്. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ആലപ്പുഴ ജില്ലക്കാരനായ എനിക്ക് VSനെയും VSന്റെ കുടുംബത്തെയും നല്ല പരിചയമാണ്. ഞങ്ങളെ പേരെടുത്ത് വിളിക്കത്തക്ക ഓർമ്മ VSനുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതിനിടങ്ങി ആളുകൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും എനിക്ക് ഫീൽ ചെയ്ത ഒന്നിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ചേതനയേറ്റ ആ ശരീരം പൊതുജന ദർശനത്തിനായി കിടത്തിയപ്പോഴും സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും മറ്റ് ഉന്നത തലത്തിലിരുന്നവരും ഒക്കെ അദ്ദേഹത്തെ ദർശിക്കാൻ വന്നെങ്കിലും അവരെ ആരെയും ജനം മൈൻഡ് ചെയ്തില്ല. അവര് VSനായിട്ട് മനസ്സിൽ കിടത്തിയ ഇടം മറ്റാർക്കുമായിട്ട് അവർ ചെയ്തില്ല. ആ ചേതനയേറ്റ ശരീരത്തിനോത്രം തേജസ് മറ്റാർക്കും തന്നെ ഇല്ല. ഈ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാൻ എത്തുമ്പോൾ പോലും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് നടന്നു വരാവുന്ന മണിക്കൂർ എടുത്താണ് ആ മഹാന്റെ മൃതശരീരം ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണത്തിന് കേരള രാഷ്ട്രീയത്തിലെ പല ഭരിക്കുന്നവരും ഭരിക്കാൻ പോകുന്നവരും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് എനിക്കറിയാം. പെമ്പിളയൂരുമേ സമരം ഓർക്കുന്നുണ്ടായിരിക്കാം. അവിടെ രാഷ്ട്രീയ നേതാക്കളെ ആരെയും ആ ജനങ്ങൾ, പെണ്ണുങ്ങൾ, ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസമില്ലാത്ത ജനം അടുപ്പിച്ചില്ല. പക്ഷെ VSന് മാത്രം സ്വാഗതം കൊടുത്തു. ഏത് വീട്ടിന്റെ ഏത് മുറിയിലും കയറിയിരിക്കാനുള്ള സ്വാതന്ത്ര്യവും അംഗീകാരവും അധികാരവും ബഹുമാനവും അദ്ദേഹത്തിന് കേരള ജനത നൽകി, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എൻ്റെ ലാൽസലാം. വളരെയധികം നന്ദി ശ്രീ രാജീവ്. ഇതിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ